നമസ്കാരം. അഭിനന്ദനെ തിരികെ കിട്ടിയതിന്റെ ആഹ്ലാദം തീരും മുൻപേ രാഷ്ട്രീയ മിന്നലാക്രമണത്തിന് രാജ്യം വേദിയാവുകയാണ്. പുൽവാമ ആക്രമണവും പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ വ്യോമസേന തകർത്തതും ബിജെപിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോരിലേക്ക് വഴിമാറുന്നു. പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെ പ്രധാനമന്ത്രിയും അമിത്ഷായും അരുൺ ജെയ്റ്റ്ലിയും വർദ്ധിത വീര്യത്തോടെ തിരിച്ചടി തുടങ്ങി. ബാലാകോട്ട് ആക്രമണത്തിന് പ്രതിപക്ഷം തെളിവ് ചോദിക്കുന്നത് സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്നതെന്ന് നരേന്ദ്രമോദി. കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് പാകിസ്ഥാൻ ജനത കയ്യടിയോടെ സ്വീകരിച്ചെന്ന് നരേന്ദ്രമോദിയുടെ കുറ്റപ്പെടുത്തൽ. ബാലാകോട്ടിലെ വ്യോമസേനയുടെ ആക്രമണത്തിന് തെളിവ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടില്ലെങ്കിലും തെളിവ് ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പാകിസ്ഥാനെ തഴഞ്ഞ് ഇന്ത്യക്ക് ക്ഷണം കിട്ടിയത് നയതന്ത്ര വിജയമായി അവകാശപ്പെടുന്ന കേന്ദ്ര സർക്കാരിന് കിട്ടിയ അടിയാണ് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുള്ള പ്രമേയമെന്ന് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. റഫാൽ വിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിന്റെ തീവ്രത ഇതിലും കൂടുമായിരുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും സംശയത്തിന്റെ കണ്ണിലൂടെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നേരിടുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷം ശത്രുപക്ഷത്തോ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് PC വിശ്വനാഥ്, യുവമോർച്ച നേതാവ് സന്ദീപ് വാര്യർ, നയതന്ത്ര നിരീക്ഷകൻ PJ വിൻസെന്റ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ ചൊല്ലി പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേർക്കുനേർ. പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. ഈ വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്രമന്ത്രിമാരുമൊക്കെ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷം ശത്രുപക്ഷത്തോ. ശ്രീ PC വിശ്വനാഥ്, പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയം രാഷ്ട്രീയപരമായി തന്നെ ഉന്നയിക്കാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണോ? ഈ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും നമ്മുടെ ധീരന്മാരായ 40 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ശ്രീ ഗുലാം നബി ആസാദ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി ശ്രീ രാഹുൽ ഗാന്ധി മാധ്യമ സമ്മേളനം നടത്തുകയും സർക്കാരിന് പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയും എന്നു മാത്രമല്ല സൈന്യത്തിന് പൂർണ്ണമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ആ സമയത്ത് എന്തോ ചില ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നൽകേണ്ട സമയമല്ല, രാജ്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഗവൺമെൻറ്റിനൊപ്പം നിൽക്കേണ്ട സമയമാണ്, കോൺഗ്രസ് പാർട്ടി അങ്ങനെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ രാജ്യം അത് കണ്ടതാണ്. എന്നാൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ കമാൻഡോ ഓപ്പറേഷൻ നടക്കുന്ന സമയത്താണ് ഹോട്ടലിൻ്റെ മുമ്പിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ പ്രധാനമന്ത്രി വിമർശിക്കാൻ തയ്യാറായത്. വ്യത്യസ്തമായ ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ അത് BJP ആകട്ടെ, പ്രധാനമന്ത്രി മോദി ആകട്ടെ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. ദേശീയ ദുഃഖാചരണം പോലും നടത്താതെ പ്രധാനമന്ത്രി പിറ്റേ ദിവസം വാരണാസിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതിൻ്റെ അടുത്ത ദിവസം ഝാൻസിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. എന്തിന് ഈ വാർ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ പോലും കോൺഗ്രസിനെ വിമർശിക്കാൻ അദ്ദേഹം വിമുക്ത ഭടന്മാരുടെ സാന്നിധ്യത്തിൽ ശ്രമിക്കുകയുണ്ടായി. അമിത്ഷാ രാഷ്ട്രീയം പറയുകയാണ്. BJPയുടെ നേതാവ് യെദ്യൂരപ്പയല്ലേ പറഞ്ഞത് 44 സൈനികർ മരിച്ചതുകൊണ്ട്, രക്തസാക്ഷിയായതുകൊണ്ട് ഞങ്ങൾക്ക് കർണാടകത്തിൽ 22 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞതല്ലേ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും ആഘോഷിച്ചത്? അപ്പോൾ പാകിസ്ഥാന് വടി കൊടുക്കുന്നത് ആരാണ്? BJP ആണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്, കോൺഗ്രസ് അല്ല. ശ്രീ PC വിശ്വനാഥ്, അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി BJP ഇതിനെ കാണുകയാണെങ്കിൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നും അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയം തന്നെ ഉന്നയിക്കുകയാണ്. പാകിസ്ഥാനെ സഹായിക്കുന്നതാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട്, പ്രസ്താവനകൾ എന്ന് വീണ്ടും പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ പോവുകയാണ് എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണോ? അതാണോ ഇന്ന് മനീഷ് തിവാരി, കോൺഗ്രസ് വക്താവ്, നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്, രാഹുൽ ഗാന്ധി ഇതുവരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷേ ദിഗ്വിജയ് സിംഗ് തുറന്നു പറയുകയാണ് ബാലാകോട്ട് ആക്രമണത്തിന് ഞങ്ങൾക്ക് തെളിവ് വേണം, രാജ്യത്തിന് തെളിവ് വേണം എന്ന്. അപ്പോൾ
ബി.ജെ.പിയും പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഞങ്ങളും പിന്നോട്ടില്ല, ഞങ്ങളും രാഷ്ട്രീയമായി തന്നെ ഇത് ഉപയോഗപ്പെടുത്തുവാൻ പോവുകയാണ്, ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങുകയാണ്. ഇതാണോ മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ഈ ചർച്ചയിൽ അസന്നിഗ്ധമായി ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസിന് ഈ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയിൽ അശേഷം സംശയമില്ല. നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൻ്റെ ശേഷിയിൽ അശേഷം സംശയമില്ല. കാരണം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ നിരവധി യുദ്ധങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി 91,000 പാകിസ്ഥാൻ സൈന്യം ആയുധം വെച്ച് കീഴടങ്ങി നമ്മളൊരു രാജ്യം ലോകത്തുണ്ടാക്കിയവരാണ് ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ ഗവൺമെൻറ്. അതിനുശേഷം അതിനു മുമ്പും നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. വാജ്പേയിയുടെ കാലത്ത് നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. നമ്മൾ UPA കാലത്ത് 4 തവണയും ഇപ്പോൾ NDA കാലത്ത് 2 തവണയും പാകിസ്ഥാനിൽ നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അപ്പോൾ അതിനെല്ലാം ശേഷിയുള്ള നമ്മുടെ സൈന്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിൽ, അതല്ലെങ്കിൽ ബലാക്കോട്ട്, ഇതിൽ കോൺഗ്രസിന് അശേഷം സംശയമില്ല. ഞങ്ങൾ ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി ഇതുവരെ തെളിവ് ചോദിച്ചിട്ടില്ല. ഇന്നും മനീഷ് തിവാരി കോൺഗ്രസിൻ്റെ വക്താവ് നടത്തിയ പത്രസമ്മേളനത്തിലും അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ദിഗ്വിജയ് സിംഗിൻ്റേത് ഒറ്റപ്പെട്ട പ്രതികരണം മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ ഔദ്യോഗികമായി ഇത്തരം തെളിവുകൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ നടത്തിയത് 300 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിമർശിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രഹസ്യമായി നടത്തിയതല്ല. നമ്മുടെ സൈന്യം ഈ ബലാക്കോട്ട് ഓപ്പറേഷൻ നടത്തിയത് നമ്മുടെ സൈനിക മേധാവികൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നതാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ചോദിക്കുവാൻ എന്തിനാണ് കോൺഗ്രസ് മടിക്കുന്നത്? അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അല്ലല്ല, അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിക്കാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഈ പ്രചരണങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ദിഗ്വിജയ് സിംഗ് നടത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ദിഗ്വിജയ് സിംഗ് ഒറ്റപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മനീഷ് തിവാരി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഈ ചോദ്യം ചോദിക്കുവാൻ മടിക്കുന്നത്? മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ചോദ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. തെളിവ് എവിടെ എന്ന് ചോദിക്കുവാൻ കോൺഗ്രസ് മടിക്കുന്നത് പിന്നെ എന്തിനാണ്? ഇന്ത്യൻ സൈന്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യൻ സൈനിക മേധാവികൾ വന്ന് ബലാക്കോട്ടിൽ ഞങ്ങൾ ഈ ഓപ്പറേഷൻ നടത്തിയെന്ന് അവർ പരസ്യമായി പറഞ്ഞതാണ്. അതിനെ അവിശ്വസിക്കേണ്ട സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. പിന്നെ ഉള്ളത് 21 പ്രതിപക്ഷ പാർട്ടികളുടെ, ശരിയാണ്, താങ്കൾ പറഞ്ഞതാണ്. പക്ഷേ 21 പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മേളനം, 21 പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നിരുന്നുവല്ലോ. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള യോഗം ചേരില്ലായിരുന്നു. പക്ഷേ അതേ യോഗത്തിൽ തന്നെ ഒരു പ്രമേയവും പാസാക്കി ബാലാക്കോട്ട് ആക്രമണത്തെ ചൊല്ലി. അവിടെയാണ് ആദ്യമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു, അതിനെതിരെയുള്ള പ്രമേയമായിട്ട് ഇങ്ങനൊരു പ്രമേയം പാസാക്കിയത്. ഇതേ പ്രമേയത്തിൻ്റെ അതേ രൂപത്തിലുള്ള വാചകങ്ങൾ തന്നെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഇന്ത്യക്കെതിരെ പാസാക്കിയ, ഇന്ത്യയുടെ വ്യോമാക്രമണത്തിനെതിരെ പാസാക്കിയ പ്രമേയത്തിലും ഇടം പിടിച്ചു. ഈ ആരോപണമാണ് BJPയും കേന്ദ്ര നേതാക്കളും പ്രധാനമന്ത്രിയും ഉന്നയിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുവാനുള്ള, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമായി പുൽവാമ ആക്രമണവും അതുപോലെ തന്നെ ഈ ബാലാക്കോട്ട് ആക്രമണവും ഉപയോഗിക്കുന്നു എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഇടം കൊടുത്തത് പ്രതിപക്ഷത്തിൻ്റെ, സംയുക്ത പ്രതിപക്ഷത്തിൻ്റെ 21 പാർട്ടികളുടെ, അതിൽ കോൺഗ്രസ് ആണല്ലോ നേതൃത്വം വഹിച്ചത്, ആ പ്രമേയമായിരുന്നു എന്ന ആരോപണമാണ് വരുന്നത്. അപ്പോൾ ആദ്യം രാഷ്ട്രീയവൽക്കരിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ആ 21 രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നത് തന്നെ രാജ്യത്തെ ഗവൺമെൻറ്റിന്, സൈന്യത്തിന് പ്രത്യേകിച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിയാണ് ആ പ്രമേയം മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ വായിച്ചത്. മഞ്ജുഷ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പാകെ വായിക്കുന്നതിൻ്റെ വിഷ്വൽസ് ഉണ്ടല്ലോ. ഒരു തവണ കൂടെ നിങ്ങൾക്ക് ഈ ചർച്ചയുടെ പരിമിതി കൊണ്ട് സമയം അനുവദിക്കുന്നില്ല എങ്കിൽ അത് കേട്ടവരുണ്ടാകുമല്ലോ. താങ്കൾ തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞാൽ മതി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഗവൺമെൻറ്റിൻ്റെ പിന്തുണ, സൈന്യത്തിൻ്റെ പിന്തുണ. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ BJP രാജ്യത്തെ സൈന്യത്തെ, ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെ, അവരുടെ ചോരയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മാറ്റിവെച്ചു, റാലികൾ മാറ്റിവെച്ചു. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി മാധ്യമ സമ്മേളനം വിളിച്ചിട്ട് ആ മാധ്യമ സമ്മേളനത്തിൽ പറയേണ്ട രാഷ്ട്രീയ കാര്യങ്ങൾ മുഴുവൻ അത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി
ഇവിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ വിവരം അറിഞ്ഞതിന് ശേഷവും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നു, ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നു, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ദിവസവും അദ്ദേഹം രാഷ്ട്രീയ പരിപാടികൾ മാറ്റിവെക്കുന്നില്ല. BJPയുടെ നേതാക്കന്മാർ ആ തൊട്ടു പിറ്റേ ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി തമിഴ്നാട്ടിൽ അലയൻസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വന്നത്. എങ്ങനെയാണ് ഇവർക്ക് എന്നിട്ട് അവിടെ രാഷ്ട്രീയം? ഇന്നിപ്പോൾ ഡൽഹിയിലെ BJPയുടെ പ്രസിഡന്റ് സൈനിക വേഷത്തിൽ വരികയാണ്. കർണാടകത്തിലെ BJP പ്രസിഡന്റ് പറയുകയാണ് 44 ജവാന്മാർ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 22 സീറ്റ് കിട്ടും. ഇതാണ് പാകിസ്ഥാനിൽ ആഘോഷിച്ചത്, ഇതാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ പാകിസ്ഥാനെ കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വരട്ടാൻ മോദി ശ്രമിക്കേണ്ട. ആരാണ് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചതിന് ശേഷം ഈ നരേന്ദ്രമോദിയല്ലേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചുകൊണ്ടുവന്നത്? അദ്ദേഹത്തെ വിളിക്കാത്ത ചടങ്ങിന് അവിടെ പോയത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് സാരി കൊടുത്തത്, അവിടുന്ന് ബിരിയാണി കഴിച്ചത്, പത്താൻകോട്ടിൽ ആദ്യമായി ISIക്ക് ഇവിടെ വന്ന് ഇന്ത്യൻ മണ്ണിൽ പരിശോധന നടത്താൻ അനുവാദം കൊടുത്തത് ഈ നരേന്ദ്രമോദിയല്ലേ? പിന്നെ അദ്ദേഹം പാകിസ്ഥാനെ കാണിച്ച് ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ PC വിശ്വനാഥ്, സന്ദീപ് വാര്യരുമുണ്ട്. ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ BJPയും പ്രധാനമന്ത്രിയും ഉന്നയിക്കുന്നത്, ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പ്രസ്താവനയിലെ ഒരു വാചകമാണ്: ദ മീറ്റിംഗ് ഓഫ് 21 പാർട്ടീസ് എക്സ്പ്രസ്ഡ് ദെയർ ഡീപ് ആംഗിഷ് ഓവർ ദ ബ്ലേറ്റന്റ് പൊളിറ്റിസൈസേഷൻ ഓഫ് ദ സാക്രിഫൈസസ് മേഡ് ബൈ അവർ ആംഡ് ഫോഴ്സസ് ബൈ ലീഡേഴ്സ് ഓഫ് ദ റൂളിംഗ് പാർട്ടി. ഈ ഒരു വാചകം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഒരു വടി കൊടുത്തു, അത് പാർലമെന്റ് സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയ രൂപേണ അവതരിച്ചു എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, ഈ ഒരു വാചകം വെച്ചുകൊണ്ടാണോ കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ചോദ്യം ഉന്നയിക്കുന്നവരെല്ലാം പാകിസ്ഥാൻകാരാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന രീതിയിലുള്ള പരാമർശം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത്? ഒരു ചോദ്യവും ഈ വിഷയത്തിൽ ചോദിക്കാൻ പാടില്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പാകിസ്ഥാൻ അനുകൂലികളാണ് എന്ന നിലയിലാണ് പ്രധാനമന്ത്രി പോലും സംസാരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആദ്യം മുതലൊന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം പുൽവാമ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം അതിനുശേഷം തിരിച്ചടി ഉണ്ടാകുന്നു. ഈ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലൊന്നും ഗവൺമെൻറ് എവിടെയും ഇതൊരു രാഷ്ട്രീയവൽക്കരണത്തിനുള്ള സാധ്യതയായി ഉപയോഗിക്കുകയോ അത്തരം ഒരു സൂചന പോലും നൽകുകയോ ചെയ്തിട്ടില്ല. 2 തവണ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുകയും പ്രതിപക്ഷവുമായി സംസാരിക്കുകയും ചെയ്തു. വളരെ ഗവൺമെൻറ്റും പ്രതിപക്ഷവും വളരെ നല്ല ഒരു സൂചനയാണ് ആദ്യത്തെ 2 ദിവസം നൽകിയത്. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുക. ആദ്യത്തെ 2 ദിവസം പ്രതിപക്ഷം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നും ഗവൺമെൻറ്റുമായി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് ആദ്യ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ 21 രാഷ്ട്രീയ പാർട്ടികൾ യോഗം ചേരുന്നു, അവരൊരു പ്രമേയം പാസ്സാക്കുന്നു. ആ പ്രമേയത്തിലെ വാചകങ്ങൾ പാകിസ്ഥാനിലെ പാർലമെൻറ്റും പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അവർക്ക് അനുകൂലമായ പ്രൊപ്പഗണ്ടയായി ഉപയോഗിക്കുന്നു. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്ന വാദങ്ങൾ പാകിസ്ഥാന്റെ നെറേറ്റീവായി മാറുന്നു. അവരുടെ നെറേറ്റീവായി കോൺഗ്രസിന്റെ വാദങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണ്. ഇതാണ് പ്രശ്നം. BJP ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും പാകിസ്ഥാൻ ആയുധമായി മാറുന്നില്ല. കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്, കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് പാകിസ്ഥാന്റെ നെറേറ്റീവായി മാറുന്നത്. പറഞ്ഞ കാര്യവും ശരിയാണ് ശ്രീ സന്ദീപ് വാര്യർ. ആ പ്രമേയം മുഴുവനായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ വ്യോമസേനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ്. ദ മീറ്റിംഗ് അപ്രീഷിയേറ്റഡ് ദ ആക്ഷൻ ടേക്കൺ ബൈ ദ ഇന്ത്യൻ എയർഫോഴ്സ് against the terrorist camp on 26 February 2019 and praised our armed forces for their bravery. ഇതാണ് ആ പ്രമേയത്തിലെ പ്രധാനമായ വാചകം. അവിടെ ഏതാനും വാചകങ്ങൾ എടുത്തു പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ വാചകമാണ് നിങ്ങൾ ആയുധമാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. അങ്ങനെയല്ല. ഞങ്ങളല്ല ആയുധമാക്കിയത്, പാകിസ്ഥാനാണ് ആയുധമാക്കിയത്. അത്തരമൊരു പ്രമേയം 21 പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് വളരെ സെൻസിറ്റീവായ ഒരു സമയത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് അതിലെ ഓരോ വാചകങ്ങളും അവർ ശ്രദ്ധിക്കണ്ടേ? പാകിസ്ഥാനെ പോലെയുള്ളൊരു രാജ്യത്തിന് ആയുധമാക്കി ഇവർ സ്വയം നിന്നുകൊടുക്കാൻ പാടുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അത് മാത്രമല്ലോ, അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് 2 രാജ്യങ്ങൾ യുദ്ധവെറി മൂത്ത് നിൽക്കുകയാണെന്നാണ്. അപ്പം മൻമോഹൻ സിംഗ് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ കണ്ട് മൻമോഹൻ സിംഗ് ഒരു ന്യൂട്രൽ കക്ഷിയായി മാറി നിൽക്കുകയാണോ? ഒരു മൂന്നാമതായി ഒരാളായി മാറി നിൽക്കുകയാണോ? മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഈ എന്തുമാത്രം വിലയുണ്ട്? അങ്ങനെ വരികയാണെങ്കിൽ യെദ്യൂരപ്പ ചോദിച്ച ചോദ്യങ്ങളും പാകിസ്ഥാൻ റേഡിയോ അർഹമായ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുള്ളതാണ്. യെദ്യൂരപ്പയുടെ വാചകങ്ങളും പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ്?
അല്ല, യെദിയൂരപ്പയുടെ പ്രസ്ഥാനമെ BJP തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് അൺടൈംലി ആയിരുന്നു, ഞങ്ങൾ അതിനെ ബൈ ചെയ്യുന്നില്ല, അത് വേറെ കാര്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ട്വീറ്റൊക്കെ നമുക്ക് പറയേണ്ടി, ഉമ്മൻചാണ്ടി യെദിയൂരപ്പയൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്തോളൂ. ഞങ്ങൾ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാര്യമാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞത് എത്ര നിരുത്തരവാദപരമായിട്ടാണ്. അദ്ദേഹം ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ യുദ്ധവെറി പൂണ്ടു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയും തീവ്രവാദത്തെ തള്ളിപ്പറയുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു നിഷ്പക്ഷന്റെ വേഷം എടുത്തണിഞ്ഞുകൊണ്ട് ഇന്ത്യയെ പാകിസ്ഥാനുമായി തുലനം ചെയ്തിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഇതൊരു മുൻ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും തുലനം ചെയ്തുകൊണ്ട് ഈ സമയത്ത് സംസാരിക്കുന്നത്. അദ്ദേഹം ആരുടെ കൂടെ നിൽക്കേണ്ടവരാണ്? അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കണം? അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയല്ലേ? അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം, കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ തന്നെ ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചുകൊണ്ട് ഈ സർജിക്കൽ സ്ട്രൈക്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഇപ്പൊ വിഷ്ണുനാഥ് പറഞ്ഞു ഞങ്ങൾക്ക് സൈന്യത്തെ വിശ്വാസമാണെന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉറിക്ക് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്കിനെ രാഹുൽ ഗാന്ധി തന്നെ ചോദ്യം ചെയ്തില്ലേ? അന്ന് നിങ്ങൾക്ക് ഈ സൈന്യത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അന്നും സൈന്യമാണല്ലോ വിശദീകരണം നൽകിയത്. ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹം തെളിവുകൾ ചോദിക്കുന്നത് കണ്ടു. നമുക്ക് ലോകത്തിൽ ചില മാധ്യമങ്ങളൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് നമുക്ക് തെളിവ് പുറത്തുവിടണമെന്ന്. ഞാൻ പറയുന്നു, ലോകത്തെ ഒരു പ്രൊഫഷണൽ ആർമിയും ഓപ്പറേഷൻ ഡീറ്റെയിൽസ് പുറത്തുവിടില്ല. ഇസ്രായേൽ എത്രയോ ഓപ്പറേഷനുകൾ നടത്തിയിട്ടില്ലേ? സിറിയയുടെ ന്യൂക്ലിയർ അവരുടെ ആണവ സങ്കേതങ്ങൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടില്ലേ? ഇറാഖിലെ ആണവ സങ്കേതങ്ങൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടില്ലേ? ഇതിന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഓപ്പറേഷൻ ഡീറ്റെയിൽസോ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ടോ? ഒസാമ ബിൻ ലാദനെ അബോട്ടാബാദിൽ വന്ന് അമേരിക്കയുടെ മറൈൻസ് പിടിച്ചില്ലേ, കൊന്നുകളഞ്ഞില്ലേ? അതിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, ഒസാമ ബിൻ ലാദന്റെ ഒരു തലനാരിഴയെങ്കിലും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർമി അതിന്റെ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് പുറത്തുവിട്ട് അടുത്ത ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എതിരാളികളെ സഹായിക്കാനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വാക്പോര് ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അതാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. പിന്നെയുള്ളത് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുള്ളതാണോ? ഈ 21 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമേയം അത് പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിൽ ആയിപ്പോയി എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ തെളിവ്, മിന്നലാക്രമണത്തിൻ്റെ തെളിവ് വേണം, വ്യോമസേന ആക്രമണത്തിൻ്റെ തെളിവ് വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി മാത്രം അത് നേരെ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കൾ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട്. എന്താണ് നടക്കുന്നത്? ഇത്തരത്തിലുള്ള തെളിവ് നൽകേണ്ടതാണോ വ്യോമസേന? പിന്നെ ഈ 21 പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമേയം അത് ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ആഗോള യുദ്ധം അത് ഒരു കൺവെൻഷണൽ വാർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്ത്യക്കും ലൈൻ ഓഫ് കൺട്രോളിൽ നിരന്തരമായി ഭീകരവാദികൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം ഒരു സാമ്പ്രദായിക യുദ്ധമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സാമ്പ്രദായിക യുദ്ധം നടത്തി വിജയിച്ചിട്ടുമില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടൽ നോക്കൂ. അവിടുത്തെ ഭീകരതയെ അവർക്ക് തുടച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. തോറാബോറ മലനിരകളിലൊക്കെ കുറേ ബോംബ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരവസാനമായി അബോട്ടാബാദിൽ ആക്രമണം നടത്തി ബിൻ ലാദനെ കൊലപ്പെടുത്തി. അത് സ്മാർട്ട് വാറാണ്. അപ്പോൾ ഭീകരതയ്ക്കെതിരായ യുദ്ധം ഒരു കൺവെൻഷണൽ മോഡിൽ ചെയ്യുക സാധ്യമാണ്. കൺവെൻഷണൽ യുദ്ധം കൊണ്ട് ഭീകരതയെ തുടച്ചു നിൽക്കാനും പറ്റില്ല. ഇത് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാർഫെയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്മാർട്ട് വാറിലേക്ക് പോകേണ്ടി വരും. സ്മാർട്ട് വാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാങ്കേതികമായി പറഞ്ഞ കൃത്യമായ തെളിവുകളൊന്നും കിട്ടിയെന്ന് വരില്ല. അഥവാ തെളിവുകളുണ്ടെങ്കിലും അത് ചിലപ്പോൾ പുറത്തുവിടാൻ സാധിച്ചു എന്ന് വരില്ല. അത് വ്യത്യസ്തമായ മോഡിൽ തന്നെ ചെയ്യേണ്ട ഒരു യുദ്ധമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യമായ ഒരു മെസ്സേജ് ഇത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. 2016 പത്താൻകോടിനും മുറിക്കും ശേഷം ലൈൻ ഓഫ് കൺട്രോൾ കടന്നും ഞങ്ങൾ ഭീകരതയെ നേരിടും എന്ന കൃത്യമായ സന്ദേശം കൊടുത്തു. അതാണ് ഉറി സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഒരു കൃത്യമായ മെസ്സേജ്. എന്നാൽ ഇപ്പോൾ പുൽവാമയ്ക്ക് ശേഷം നമ്മൾ ലൈൻ ഓഫ് കൺട്രോളും കടന്ന് പാക് ബോർഡർ കടന്ന് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന കൃത്യമായ സന്ദേശം കൊടുത്തു. ഈ സന്ദേശം തന്നെയാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളതെന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരത കടത്തിവിടുന്ന കേന്ദ്രങ്ങൾ അതെവിടെയാണെങ്കിലും ഞങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അത് അറ്റാക്ക് ചെയ്തിരിക്കും എന്ന കൃത്യമായൊരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു. ആ അർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട്. അതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംവാദങ്ങളിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജനാധിപത്യപരമല്ല. കാരണം യുദ്ധം ചെയ്യുന്നവർ മാത്രമല്ല, ഈ യുദ്ധമുണ്ടായാൽ ഈ രാജ്യത്തിലെ 132 കോടി ജനങ്ങൾ യുദ്ധം അനുഭവിക്കുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും മനുഷ്യർ യുദ്ധം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ചുള്ള സംവാദങ്ങൾ വരുന്നത് നല്ലതാണ്. അതേസമയം അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരരുത്. പൊളിറ്റിക്കലായിരിക്കണം ഡിസ്കഷൻ, അത് പൊളിറ്റിക്കലാവണം. പക്ഷേ അത് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാവരുത്. ഇന്ന് വരുന്ന പല സംവാദങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷമായാലും ഭരണപക്ഷം അതിനെ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഉള്ള ഇടപെടൽ നടത്തുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിപക്ഷ ഭാഗത്ത് നീക്കം ഉണ്ടാകുന്നു. രണ്ടും യഥാർത്ഥത്തിൽ ശരിയല്ല. അതേസമയം യുദ്ധം സംബന്ധിച്ചുള്ള ദേശീയ സംവാദം ഉയർന്നു വരണം. എങ്ങനെ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് നിരന്തരമായി ഭീകരാക്രമണത്തിന് വിധേയമാകുന്ന ഒരു രാജ്യം നമ്മൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം? പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുക ആണോ പരിഹാരം? പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്താൽ നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും? ആ ലക്ഷ്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് യുദ്ധത്തിന് പോയിട്ട് കാര്യമുള്ളൂ. കാരണം പാകിസ്ഥാനെ തുടച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ആസാദ് കാശ്മീരും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയും അടങ്ങുന്ന കാശ്മീരിൻ്റെ ഭാഗങ്ങളെ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് ഉടനടി നേരിടാൻ സാധിക്കുമോ? അപ്പോൾ പിന്നെ നമുക്ക് ഇന്ത്യ വാറിന് പോയി യുദ്ധത്തിലേക്ക് പോയിക്കാൻ നമ്മുടെ സൈനിക ലക്ഷ്യങ്ങൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് ഭീകരതയെ അവസാനിപ്പിക്കുക എന്ന നിലയിൽ ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയെ ആക്രമിക്കുന്ന തീവ്രവാദികളെയും തീവ്രവാദി പരിശീലന കേന്ദ്രങ്ങളെയും തകർക്കണം. അതിന് സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടി ചോദ്യങ്ങൾ അവയ്ക്ക് മറുപടി നൽകേണ്ട ആവശ്യം ഇല്ല എന്നാണോ? കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ട ആവശ്യമില്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ എന്തെല്ലാം നടപടികൾ ചെയ്യുന്നുവോ അതുമായി മുന്നോട്ട് പോവുക. പ്രതിപക്ഷം ചെയ്യേണ്ടത് ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുക, രാഷ്ട്രീയ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെല്ലാം പാകിസ്ഥാൻ അനുഭാവികൾ എന്ന രീതിയിലുള്ള പരാമർശം വരുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്നുമാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ്, BJP, പ്രതിപക്ഷം, ഭരണപക്ഷം എന്ന നിലയിലുള്ള ഒരു സംവാദം ശരിയല്ല. അതേസമയം ഈ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു, മിന്നലാക്രമണം ഉണ്ടായി. ഇത് സംബന്ധിച്ച് ഇന്ത്യയിലുള്ള ഒരു സാധാരണ പൗരന് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന എല്ലാ ചോദ്യങ്ങളും അയാൾ ഉന്നയിക്കണം. അതിന് തൃപ്തികരമായ മറുപടി കൊടുക്കേണ്ട ബാധ്യതയും ഭരണത്തിനുണ്ട്. അത് പക്ഷേ മിലിറ്ററി ഇപ്പം യുദ്ധതന്ത്രപരമായ കാര്യങ്ങളാണ്, അത് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണെങ്കിൽ അങ്ങനെ പറയട്ടെ. പക്ഷേ മറുപടി പറയാതെ പറ്റില്ല. കാരണം ഇത് യുദ്ധം അനുഭവിക്കുന്ന 132 കോടി ജനങ്ങളുമാണ് യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, പിന്നെ മറ്റൊരു കാര്യം ഇൻ്റർനാഷണൽ മീഡിയ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയയെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ കാര്യം എന്ത് എന്നുള്ളത് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യം ചോദിച്ച ആളുകളെ എല്ലാവരും അത് ഒരു ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മറുപടി പറയില്ല എന്നല്ല. ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാർക്കും ഇത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. ഇപ്പം ഒരു കൺസേൺഡ് സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇപ്പം ഇൻ്റർനാഷണൽ മീഡിയയിലുള്ള ധാരാളം വിവരങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലൊരു ഒരു സംശയമാണ്, ഇത് എന്താ സംഭവിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് അവിടെ ധാരാളം പൈൻ മരങ്ങൾ തകർക്കപ്പെട്ടു, അത് സംരക്ഷിത വനപ്രദേശമാണ്, സംരക്ഷിത വനപ്രദേശത്തിൽ ഇക്കോ ടെററിസം നടത്തി ഭാരതം എന്ന നിലയ്ക്ക് അവരൊരു പരാതി യൂണിറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുൽവാമയിലുണ്ടായ ഇപ്പോൾ കൈ മാത്രമായിട്ട് കുറേ കുടൽമാലകളുമായിട്ട് ഒരു ചിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ ഇന്ത്യക്കാരനെ സഹിക്കാൻ സാധിക്കും? അപ്പോൾ തിരിച്ചടിക്കാതെ ഒരു നിവൃത്തിയില്ല. അതേസമയം ആ തിരിച്ചടി എങ്ങനെയുണ്ടായി അത് ഫലപ്രദമായി ഒന്ന് അറിയാനുള്ള ഒരു അവകാശം നമുക്കില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ചോദ്യമാണ്. ആ ചോദ്യം വരുമ്പോൾ അതിനോട് നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുകയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാടാണ്. ശ്രീ PJ വിൻസെന്റ്, ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ വ്യോമാക്രമണത്തിൽ, മിന്നൽ വ്യോമാക്രമണത്തിൽ സൈന്യത്തെ വിശ്വസിക്കുകയാണ് ഇവരെല്ലാം, പക്ഷേ കേന്ദ്ര സർക്കാരിൽ വിശ്വാസം ഇല്ല. ഇത് രണ്ടും കൂടെ ഒത്തുപോകുമോ? അല്ല, അത് തീർച്ചയായിട്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യം നേരിടുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ ഫോർമേഷനും ഒന്നിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ സംവാദം ഉയർന്നു വരുന്നതിൽ പ്രശ്നമില്ല. കാരണം അതിർത്തിയിൽ ഒരു ടെൻഷൻ, ഒരു അയവ് വന്നിട്ടുണ്ട്. ഉടനടി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സന്ദർഭം ഒരുപക്ഷെ ചർച്ചയ്ക്ക് പറ്റിയ ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയർന്നു വരികയും നിങ്ങൾ എന്താണ് ചെയ്തത്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ സംവാദത്തിൽ ഏർപ്പെടുന്നതൊക്കെ സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയകൾ. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ നിലയിൽ അത് ഉയർന്നു വരുന്നത് ശരിയാണ്. അത്തരത്തിലുള്ള സംവാദങ്ങൾ നടക്കട്ടെ. പക്ഷേ അത് നമ്മുടെ നേരത്തെ ചില ആളുകളൊക്കെ പറയുന്നതല്ലേ, സോഷ്യൽ മീഡിയയിലും റെഗുലർ മീഡിയയിലും രണ്ട് തരത്തിലുള്ള സംവാദങ്ങൾ വരികയുണ്ടായി. അത് ഒന്ന്, നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കാതെ എന്തൊക്കെ
വന്നാൽ അതൊക്കെ സഹിച്ച് സമാധാനത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള ഏകദേശം ഉപദേശികളുടെ പ്രസംഗം പോലെയുള്ള സംഗതി അതൊരിക്കലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതേസമയം ജിങ്കോയിസം, തീവ്ര ദേശീയത ഉയർത്തി ഇപ്പോൾ തന്നെ പാകിസ്ഥാനെ അങ്ങ് കരിച്ചു കളഞ്ഞേക്കാം എന്ന നിലയ്ക്കുള്ള വലിയ ധാരാളം പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ശരിയായ സമീപനമല്ല. ഇതിന് രണ്ടിനും, ഈ രണ്ട് വാദങ്ങൾക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഒരു വിഭാഗം ആളുകൾ യാതൊരു തരത്തിലുള്ള നടപടിയും പാടില്ല എന്ന നിലപാടെടുക്കുന്നതിനോട് ഐക്യപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തീവ്ര ദേശീയത ഉയർത്തി പാകിസ്ഥാനെതിരെ ആണവായുധം പോലും പ്രയോഗിച്ചേക്കാം എന്ന നിലയിലുള്ള വാദങ്ങൾ ഉയർത്തി എത്ര കഷ്ടമാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ 20 കോടി ജനങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, ഇന്ത്യയിൽ 20 കോടി പോയിക്കോട്ടെ, ബാക്കി 110 കോടി ഉണ്ടല്ലോ എന്ന രീതിയിൽ പോലും ഉള്ള സംവാദങ്ങൾ മീഡിയയിൽ വരികയുണ്ടായി. ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് പോലും ആവട്ടെ എന്ന നിലയ്ക്ക്. അപ്പോൾ അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സംവാദങ്ങളെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം പാകിസ്ഥാന് ഒരു തരത്തിലുള്ള മേൽക്കൈ ഉണ്ടാകുന്ന ഒരു പ്രസ്താവനയോ സ്റ്റേറ്റ്മെൻറ്റോ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഗുണകരമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ പി സി വിശ്വനാഥ്, മറ്റൊരു കാര്യം അത് കോൺഗ്രസ് തന്നെ നേരിട്ട് ഉന്നയിച്ചതാണ്. ഇന്ന് മനീഷ് തിവാരി ഉന്നയിച്ച കാര്യമാണ്. ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനം അബുദാബിയിൽ നടന്നതിൽ ഇന്ത്യ പങ്കെടുത്ത കാര്യം. പാകിസ്ഥാന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഇന്ത്യയെ പങ്കെടുപ്പിച്ചത്. ആദ്യമായിട്ട് ഇന്ത്യൻ വിദേശമന്ത്രി ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ OIC മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്തു. ഈ വിഷയം എടുത്തു കാണിച്ചിട്ട് OIC മീറ്റിംഗിലെ ഒരു പ്രമേയത്തിൻ്റെ പേരിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഈ വ്യോമാക്രമണ വിഷയം, അഭിനന്ദിൻ്റെ മോചനം, ഈ വിഷയത്തിൽ ഇന്ത്യ നേടിയ നയതന്ത്ര വിജയം, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ഇന്ത്യ ആർജിച്ചത്, അത് പൊള്ളയായി പോയി എന്ന കാര്യം കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. കാരണം OIC മീറ്റിംഗിൽ പ്രമേയമായി വന്നത് കാശ്മീർ വിഷയം പ്രമേയമായി വന്നപ്പോൾ അവിടെ ഇന്ത്യക്കെതിരെയുള്ള പ്രമേയമാണ് പാസ്സാക്കിയത്. ഈ വിഷയം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കിച്ചുകൊണ്ട് നയതന്ത്ര വിജയം ഇന്ത്യ നേടിയിട്ടില്ല, വെറും പൊള്ളയായ കാര്യങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ പ്രചരിപ്പിച്ചത് എന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 21 രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു പ്രമേയത്തെ സംബന്ധിച്ച് മഞ്ജുഷ ആ പ്രമേയത്തിൻ്റെ 2 ഭാഗവും വായിച്ചതോടുകൂടി ഈ ചർച്ച കേൾക്കുന്ന ആർക്കും അത് സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടാകാൻ ഇനിയിടയില്ല. കാരണം ആ പ്രമേയം തുടങ്ങുന്നത് എന്താണ്, ആ പ്രമേയം അർത്ഥമാക്കുന്നത് എന്താണ്, ആ പ്രമേയത്തിൽ ഒടുവിൽ പറഞ്ഞത് അത് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു കാര്യം കൂടെ പറയും, ഇത്ര വലിയ ദേശസ്നേഹം പറയുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എതിരൊന്നും പറയേണ്ട എന്നെൻ്റെ ബഹുമാന്യനായ സ്നേഹിതൻ എനിക്കിഷ്ടമുള്ള സന്ദീപ് വാര്യർ പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആൾ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സമയമില്ലായിരുന്നു. അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ആൾ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല? 1. 2, അതിനുശേഷം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായിട്ട് അദ്ദേഹം അഭിവാദ്യം ചെയ്യണമായിരുന്നു. നമ്മുടെ ഒരു ധീര സൈനികൻ പാകിസ്ഥാൻ്റെ പിടിയിലായപ്പോൾ ആശങ്കയ്ക്ക് അർത്ഥമില്ല, ആ ധീരനായ ജവാൻ തിരികെ വരും എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ അഭിവാദ്യം ചെയ്തതിനു പകരം 15,000 BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാരെ അഭിവാദ്യം ചെയ്യുന്ന ഒരു മഹാസംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം BJPയുടെ വെറും ബൂത്ത് പ്രസിഡന്റുമാരെ മാത്രം അഭിവാദ്യം ചെയ്ത് BJPയുടെ മാത്രം പ്രധാനമന്ത്രിയാകാൻ തരം താഴുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നില്ലേ? ആ നിലവാരത്തിലേക്ക് രാജ്യത്തിൻ്റെ ഒന്നായിട്ട് നേതാവായിട്ട് ഉയരാൻ അദ്ദേഹം പരിശ്രമിക്കേണ്ടിയിരുന്നില്ല, ചെയ്തില്ല. ഇന്ന് അദ്ദേഹം ഈ പ്രമേയം എന്ന കാര്യം 21 പാർട്ടികളുടെ മീറ്റിംഗ് കൂടി സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. ഇന്ന് ആ പ്രമേയത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം, ഇന്ന് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൂടി പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഇന്ത്യക്കെതിരായി അവർ പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് നല്ലതാണോ അത്? എന്താണ് അവർ പറഞ്ഞത്? ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ അതിക്രമം നടത്തുന്നു, ഇന്ത്യ കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു, ഇന്ത്യ അവിടുത്തെ പൗരന്മാരെ ആക്രമിക്കുന്നു എന്ന് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ സൈന്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നയതന്ത്രപരമായി ഗവൺമെൻറ്റിന് പറ്റിയ വീഴ്ചയല്ലേ? ആ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ച ഒരു പ്രമേയത്തിൽ BJP രാഷ്ട്രീയവൽക്കരിച്ചു ഈ വിഷയങ്ങളെ എന്ന ശരിയായ കാര്യത്തെ ഉയർത്തി കാണിക്കുവാൻ നരേന്ദ്രമോദി തയ്യാറായത്. ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമേ. ശരി, ഞാൻ നടപടിക്കാണ് ശ്രീ PC വിശ്വനാഥ്. ശ്രീ സന്ദീപ് വാര്യർ, വിശ്വനാഥ് പറഞ്ഞ കാര്യത്തിന് മറുപടി നൽകേണ്ടതാണ്.
OIC മീറ്റിംഗിൽ ഇങ്ങനെ സംഭവിച്ച കാര്യമാണ്. ഇന്ത്യക്കെതിരെയുള്ള പ്രമേയം കശ്മീർ വിഷയത്തിൽ അവിടെ ഉണ്ടായത്. പക്ഷേ നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് നേടിയെടുത്ത ഒരു നയതന്ത്ര വിജയം അതാണിപ്പോൾ അഭിനന്ദന്റെ മോചനത്തിൽ കണ്ടത് എന്ന രീതിയിലാണല്ലോ BJPയുടെ പ്രചാരണം. അതിനെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ അബുദാബിയിൽ നിന്നുള്ള പ്രമേയം വരുന്നത്. അല്ല, അങ്ങനെയല്ല. ഈ OICക്ക് കാശ്മീർ നയത്തിൽ വളരെ കാലങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അത് UPAയുടെ കാലത്ത് അവർ പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങളും എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാശ്മീർ വിഷയം പലസ്തീനെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് അവരെല്ലാ കാലങ്ങളിലും നിരന്തരമായി പാസ്സാക്കുന്ന പ്രമേയത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. അതിന് വിപരീതമായിട്ടുണ്ടായത് ഇത്തവണ അവർ ഇന്ത്യയെ ക്ഷണിച്ച് അവിടെ ഒരു പ്രത്യേക അതിഥിയായി ക്ഷണിച്ച് പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പാകിസ്ഥാന് പോലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനുണ്ടായിട്ടുള്ള ദുര്യോഗമൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. മറ്റൊരു കാര്യം ശ്രീ വിശ്വനാഥ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി സീരിയസ് ആയിട്ട് എടുത്തില്ല, അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യണമായിരുന്നു, അദ്ദേഹം ഓൾ പാർട്ടി മീറ്റിംഗിൽ എന്തിനാണ് ഇങ്ങനെ വളരെ നമ്മൾ സ്ഥിതി നോർമലൈസ് ചെയ്യാനും ഇന്ത്യ വളരെ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ് എന്നുമല്ലേ പ്രധാനമന്ത്രി ലോകത്തോട് പറയേണ്ടത്? അല്ലാതെ ഒരു അപ്രഖ്യാപിത 21 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമേയത്തിലെ ഏതാനും വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഇക്കാര്യവും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിപക്ഷം തങ്ങളുടെ ആശങ്കയായിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. രാജ്യം ഇങ്ങനെ ഒരു വിഷമസ്ഥിതി നേരിടുന്ന സമയത്ത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല, പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അത് പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിലാണെന്ന് പറയുവാനാവില്ലല്ലോ. ആ ചോദ്യം ആ വാചകങ്ങളൊക്കെ മാറ്റിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രമേയത്തിലെ ഏതാനും വാചകങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്. അങ്ങനെയല്ല. ഓൾ പാർട്ടി മീറ്റിംഗ് ചെയർ ചെയ്ത് രാജ്നാഥ് സിംഗ് ആണ്, ഹോം മിനിസ്റ്ററാണ്. ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളാണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹമാണ് ഓൾ പാർട്ടി മീറ്റിംഗ് ചെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും യാതൊരു കാര്യക്ഷമതാ കുറവും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം വളരെ നോർമലൈസ് ആയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. ഇവിടെ സിവിൽ എയർക്രാഫ്റ്റുകളെല്ലാം പതിവ് പോലെ പറക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്തുടനീളം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്ഥിതി നോർമലൈസ് ചെയ്ത് ജനങ്ങളെ വളരെ ശാന്തരാക്കി പ്രധാനമന്ത്രി രാജ്യത്തെ അഡ്രസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ വളരെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. എന്തിനാണ് പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? അങ്ങനെ പാനിക് സിറ്റുവേഷൻ പ്രധാനമന്ത്രി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി എപ്പോൾ അഭിസംബോധന ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ചെയ്യും. അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഈ രാജ്യത്തെ സ്ഥിതികൾ വളരെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രി വിജയിച്ചിരിക്കുന്നു. ഇവരെന്തിനാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരണമെന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം അവിടെ നടന്ന ഓപ്പറേഷനുകളെയൊക്കെ വളരെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു, കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തിരുന്നു. അതൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുവാനുള്ള യോഗം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇരുന്നത്. ആ സമയത്താണ് ബൂത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുവാനായിട്ട് പ്രധാനമന്ത്രി നടത്താനിരുന്ന യോഗം അത് മാറ്റിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് വന്നത്. ഈ മിന്നലാക്രമണം, വ്യോമാക്രമണം കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ പൊതുപരിപാടികളിലും ഈ വിഷയം തന്നെയാണ് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയത്. അവിടെയെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അടുത്ത 5 വർഷത്തേക്ക് കൂടി എനിക്ക് അധികാരം തരൂ എന്ന് പോലും അദ്ദേഹം പറയുകയുണ്ടായി രാജസ്ഥാനിലെ ആദ്യ പൊതുപരിപാടിയിൽ. അല്ല, അങ്ങനെയല്ല. ഇവര് യോഗങ്ങൾ ക്യാൻസലാക്കിയിട്ട് കൂടിയിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നെറേറ്റീവുള്ള പ്രമേയമല്ലേ പുറത്തുവിട്ടത്? അത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. പാകിസ്ഥാൻ മീഡിയ, പാകിസ്ഥാന്റെ റേഡിയോ അടക്കം ആ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തില്ലേ? പാകിസ്ഥാൻ പാർലമെന്റ് പ്രമേയമായി വന്നില്ലേ? ഞങ്ങൾ എങ്ങനെയാണ് അത് ഉത്തരവാദിയാകുന്നത്? പാകിസ്ഥാൻ ഇവരുടെ നെറേറ്റീവ് എടുത്തുകൊണ്ട് അത് പ്രൊപ്പഗണ്ടയായി ഉപയോഗിക്കുകയല്ലേ? അവിടെയാണ് പ്രശ്നം. അത് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? കോൺഗ്രസ് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ സമയത്ത് രാജ്യത്തിന് അനുകൂലമായി സൈനികർക്കൊപ്പം നിൽക്കുകയല്ല ചെയ്യേണ്ടിരുന്നത്. 71-ൽ സൈന്യത്തിനൊപ്പമല്ല എന്ന് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. 21 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമേയത്തിലെ ആദ്യ വാചകവും സൈന്യത്തിനൊപ്പമാണ്, സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ്. അല്ല, സൈന്യത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ പുൽവാമയിലെയും ബലാക്കോട്ടിലെയും കാര്യങ്ങൾ BJPയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നാണ് അവർ പ്രമേയത്തിൽ പറയുന്നത്. അപ്പോൾ അതല്ലേ സ്വാഭാവികമായും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്? പാകിസ്ഥാന്റെ ഭാഷയല്ലേ? നിങ്ങളുടെ പ്രമേയങ്ങൾ എഴുതി തരുന്നത് പാകിസ്ഥാനാണോ? ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ PJ വിൻസെന്റ്, ശരി, ശ്രീ PJ വിൻസെന്റ്, അബുദാബിയിലെ പ്രമേയം അതേതെങ്കിലും രീതിയിൽ ഇന്ത്യയുടെ നയതന്ത്ര പരാജയം എന്ന് പറയുവാൻ കഴിയുമോ? ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ച വിഷയമാണ് ഇത്. നയതന്ത്ര പരാജയമാണെന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന്റെ ആരോപണം.
വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ബലി കഴിക്കുകയായിരുന്നു OIC മീറ്റിംഗിൽ കേന്ദ്ര സർക്കാർ എന്നാണ്. അല്ല, അതിൽ ഈ വിശിഷ്ടാതിഥിയായിട്ട് സുഷമ സ്വരാജിനെ ക്ഷണിക്കുന്നു. സുഷമ സ്വരാജ് പങ്കെടുത്താൽ പാകിസ്ഥാൻ യോഗം ബഹിഷ്കരിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടും OIC കാലാകാലമായി എടുക്കുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അപ്പം OICയുടെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യയിൽ ആര് ഭരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് സൗത്ത് ഏഷ്യയിലെ സവിശേഷമായ രാഷ്ട്രീയ സ്ഥിതിഗതികളും ഗ്ലോബൽ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മേഖലയിലെ പ്രമുഖ രാഷ്ട്രമായി മാറിയിട്ടുള്ള ഭാരതത്തെ മാറ്റിവെച്ചിട്ട് ഭാരതവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ടല്ലാതെ OICക്ക് പോലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. പക്ഷേ കാശ്മീർ സംബന്ധിച്ച് OIC കാലാകാലങ്ങളായി തുടർന്ന് വരുന്ന ഒരു നയം പലപ്പോഴും ഫലസ്തീനെയും കാശ്മീർ ഇഷ്യൂവിനെ അവർ ഇക്വേറ്റ് ചെയ്യാറുണ്ട്. കാശ്മീർ പാകിസ്ഥാനിൽ ചേരേണ്ടതാണെന്നുള്ള പല പ്രമേയങ്ങൾ അവർ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ത്യയോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമീപനമല്ല OIC കാശ്മീർ വിഷയത്തിൽ ഇതുവരെയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ഒരു നയതന്ത്ര വിജയം നേടാൻ സാധിച്ചു. പാകിസ്ഥാൻ്റെ ഭീഷണിയെ പോലും മറികടന്ന് അവിടെ സുഷമ സ്വരാജ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അത് വളരെ ഒരു സൗഹൃദപൂർണ്ണമായ സമീപനമാണ്. ഇന്ത്യയുടെ ഫീലിങ്ങിനോട് ഐക്യപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അതിനുശേഷം വന്നിട്ടുള്ള കാശ്മീർ വിഷയത്തിൽ പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു വാദത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കിയത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി നമ്മൾ കാണുന്നു കാശ്മീർ. ആ ഒരു പോയിന്റിൽ നമുക്കത് വേണ്ടത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇതിൽ ഈ അന്താരാഷ്ട്ര രംഗത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ അതിനെ നമ്മൾ ഇഴകേറി പരിശോധിച്ച് ഇത് പരാജയം ഇത് വിജയം എന്നുള്ള നിലയ്ക്കൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നയതന്ത്ര പ്രക്രിയ എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. അതിപ്പോൾ UPA ഗവൺമെൻറ് വന്നാലും NDA ഗവൺമെൻറ് അതിനുശേഷം അടുത്ത ഗവൺമെൻറ് വന്നാലും ഈ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ചില മേഖലയിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാവും. ആ വിജയം ഉണ്ടായതിനു ശേഷം തന്നെ ഒരുപക്ഷെ ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. ഇപ്പം ഈ പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കൂ. അത് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ റിക് കൂട്ടായ്മയ്ക്ക് ശേഷം റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ ചൈനയിൽ വെച്ച് ചേർന്നു. അതിൽ സുഷമ സ്വരാജ് പങ്കെടുത്തു. ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പാകിസ്ഥാൻ. പക്ഷേ ചൈന ഒരു സമദൂര നിലപാടിലേക്ക് മാറി. അത് നമുക്ക് സാങ്കേതികമായി നമുക്ക് ഗുണം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും അതേസമയം ചൈന തന്നെ നമ്മൾ ഇന്ത്യക്ക് നിരന്തരമായി തലവേദന സൃഷ്ടിക്കുന്ന ഈ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന പ്രമേയത്തെ 2016 അവർ വീറ്റോ ചെയ്തു. ഇത്തവണയും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല ചൈന എടുത്തിട്ടുള്ളത്. അപ്പം ഒരേ സമയം നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ചില മേഖലകളിൽ നമുക്ക് വിജയമുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നയതന്ത്രം എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയാണ്. അതിൽ നമ്മൾ ഇന്നത് വിജയം ഇന്നത് പരാജയം എന്ന് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികൾ നിലപാടെടുക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ PC വിശ്വനാഥ്, ഇതാണ് കോൺഗ്രസിന്റെ മനീഷ് തിവാരിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനുള്ള മറുപടി. ഈ OICയുടെ പതിവ് നിലപാട് തന്നെയാണ് ഈ പ്രമേയ രൂപത്തിൽ വന്നത്. പക്ഷേ OIC സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഇടം കിട്ടുക, അവിടെ പാകിസ്ഥാൻ ഉണ്ടാകാതിരിക്കുക, പാകിസ്ഥാന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് അവിടെ ഇടം കൊടുത്തത്. അതാണ് പ്രധാനമായും പറയേണ്ടിയിരുന്നത്. അത് തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രമേയത്തിന്റെ പേരിൽ നരേന്ദ്രമോദി രാജ്യ താൽപര്യത്തെ ബലി കഴിപ്പിച്ചു OICയിൽ എന്ന് പറയുന്നത്. രണ്ടായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിപ്പം മഹത്വം വളരെ വലുതാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കാലം അവിടെ അധികാരത്തിലിരുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന മോദിയും അമിത്ഷായും അവരുടെ വക്താക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കാർഗിൽ വാർ ഉണ്ടായപ്പോൾ ബൊഫോസാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 85-ൽ വാങ്ങിയ മിറാഷ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ സൈന്യം ലോകത്തിൻ്റെ 4ാമത്തെ സൈനിക ശക്തിയായി മാറുന്നു. കോൺഗ്രസ് രാജ്യത്തിന് എന്ത് ചെയ്തു എന്ന് ഇവർ ചോദിക്കുകയും ചെയ്യുന്നു. 5 കൊല്ലം കൊണ്ടല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഇന്ത്യ മാറിയത്. അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുന്ന ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ വലിയ ശക്തിയുടെ മുമ്പിൽ ചെറിയ രാജ്യങ്ങളാണ്. പിന്നെ പാകിസ്ഥാനിൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഒരിക്കലും എൻ്റെ സ്നേഹിതൻ സന്ദീപ്, പാകിസ്ഥാനും ഇന്ത്യയുമായി ഒരു കമ്പാരിസണും ഒരു അർത്ഥവുമില്ല. ഇന്ത്യ എന്ന രാജ്യത്തിന് മുമ്പിൽ വളരെ ചെറിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എല്ലാ അർത്ഥത്തിലും ഇക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഡിഫൻസിൻ്റെ ശക്തിയുടെ കാര്യത്തിലാകട്ടെ, അന്താരാഷ്ട്ര മേഖലയിലുള്ള സ്വാധീനത്തിൻ്റെ കാര്യത്തിലാകട്ടെ നമ്മുടെ രാജ്യം ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ അതിൻ്റേതായ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ന് ഇന്ത്യക്കുണ്ട് എന്നുള്ള വസ്തുത
ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കണം, എല്ലാവരും അംഗീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ സന്ദീപ് ആവർത്തിച്ച് പറയുന്ന BJPയുടെ രാഷ്ട്രീയം. അദ്ദേഹം പറയുന്നു ഒരു യോഗം ചേർന്നപ്പോഴത്തേക്കും പാകിസ്ഥാൻ അവർക്ക് അനുകൂലമായ നരേറ്റീവായിട്ട് ഇതിനെ മാറ്റുമെന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ കരുതിയില്ല എന്നാണ് അദ്ദേഹം വലിയ വിമർശനമായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. ഒരു മിനിറ്റ് തന്നാൽ മതി, ഞാൻ അതിന് മറുപടി പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവ് ഈ വിഷയമുണ്ടാകുമ്പോൾ പണ്ട് മോഡി ചെയ്തതുപോലെ മുംബൈ ആക്രമണം നടന്നപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവിടെ വന്ന് കമാൻഡോ ഓപ്പറേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് നിരുത്തരവാദപരമായി അന്നത്തെ പ്രധാനമന്ത്രിയെ വിമർശിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചതുപോലെ ചെയ്യാതെ പക്വത കാണിച്ചപ്പോൾ, രാജ്യതാൽപര്യം ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് ചെയ്യുന്ന ആ പാർട്ടികളെ ഒരുമിപ്പിച്ച് കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അന്ന് പോയി അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് പോയി BJPയുടെ റാലിയിൽ പോയി കോൺഗ്രസിനെ വിമർശിക്കുക, പ്രതിപക്ഷ പാർട്ടികളെ വിമർശിക്കുക, വിമുക്ത ഭടന്മാരുടെ യോഗത്തിൽ പോയി പേര് പറഞ്ഞ് ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഈ ദിവസങ്ങളിൽ വിമർശിക്കുമ്പോൾ ഇന്ത്യയിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടി തന്നെ അത് ചെയ്യുന്നത് പാകിസ്ഥാന് ഗുണമാകും എന്ന് മനസ്സിലാക്കാൻ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അത് രാജ്യത്ത് ആകെ ഉയർന്നു വന്ന ഐക്യത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കണ്ടേ? എന്തുകൊണ്ട് കാണിച്ചില്ല? പിന്നെ ചോദ്യങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. കാരണം ഇവിടെ 350 കിലോ സ്ഫോടക വസ്തുക്കളുമായി ഈ സൈന്യത്തിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്ന കൃത്യമായ ഇടത്തിലേക്ക് ഒരു പരിശോധനയും കൂടാതെ കടന്നു വരുന്നത് ഇൻ്റലിജൻസ് വീഴ്ചയല്ലേ? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ വീഴ്ചയല്ലേ? ജനുവരി 8-ാം തീയതി കൊടുത്ത ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ അവഗണിച്ചത് എന്തുകൊണ്ടാണ്? അത് പരിശോധിക്കണ്ടേ? നാളെ ഇനി ഇത് ആവർത്തിക്കാതെ നോക്കണ്ടേ? സന്ദീപ് ഞാൻ ചോദിച്ച ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ബന്ധം വിച്ഛേദിച്ച പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചത്? എന്തുകൊണ്ടാണ് വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ഈ പാർലമെന്റിനെ അറിയിക്കാതെ മോദി പോയത്, സാരി കൊടുത്തത്, ബിരിയാണി കഴിച്ചത്? എന്തിനാണ് പത്താൻകോട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ISIക്ക് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ പത്താൻകോട്ടിലെ സൈനിക താവളത്തിൽ പരിശോധന നടത്താൻ അനുവാദം കൊടുത്തത് എന്തിനാണ്? മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. മറ്റൊരു വിഷയം കൂടിയുള്ളത്, റഫാൽ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാകുമായിരുന്നു. അതിനും UPAയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യും.